ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മോഷണക്കുറ്റം ആരോപിച്ചതിൽ മനം നൊന്ത് നാൽക്കത്തടുക്ക സ്വദേശിനി ജസീല ജീവനൊടുക്കിയ സംഭവത്തിൽ കേസെടുത്ത് മനുഷ്യാവകാശ കമ്മീഷൻ. നീലേശ്വരം നഗരസഭയുടെ ഔദ്യോഗിക വൃക്ഷം ഇനി മുരിങ്ങ. ബഡ്ജറ്റ് അവതരണത്തിനിടയിലാണ് പ്രഖ്യാപനം. കശുവണ്ടി വിളവെടുപ്പ് കാലമായിട്ടും തറവില നിശ്ചയിക്കാത്ത സർക്കാർ നടപടിയിൽ കർഷകർ ആശങ്കയിൽ. നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിനെ സർക്കാർ സംരക്ഷിച്ച് നിലനിർത്തണമെന്ന് കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ AITUC കാസർഗോഡ് ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ബഡ്ജറ്റ് അവതരണം നടന്നു. വൈസ് പ്രസിഡന്റ് ഗോവിന്ദൻ ബഡ്ജറ്റ് അവതരണം നടത്തി. പ്ലാസ്റ്റിക് ശേഖരണത്തിനിടയിൽ തൃക്കരിപ്പൂർ ടൗണിൽ നിന്നും കളഞ്ഞു കിട്ടിയ 2 ലക്ഷത്തിൽ പരം വിലയുള്ള വജ്രമാല ഹരിതകർമ്മ സേനകൾ ഉടമസ്ഥയ്ക്ക് കൈമാറി. ലൈഫ് ഭവന പദ്ധതി ആഹ്ലാദത്തിന്റെ നിറവിൽ അജാനൂർ പഞ്ചായത്ത്. വാർത്തകൾ വിശദമായി. മോഷണക്കുറ്റം ആരോപിച്ചതിൽ മനം നൊന്ത് നാൽക്കത്തടുക്ക സ്വദേശിനി ജസീല ജീവനൊടുക്കിയ സംഭവത്തിൽ കേസെടുത്ത് മനുഷ്യാവകാശ കമ്മീഷൻ. സംഭവത്തിൽ ജില്ലാ പോലീസ് മേധാവി അന്വേഷണം നടത്തി ഒരാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടു. മോഷണക്കുറ്റം ആരോപിക്കപ്പെട്ട് പോലീസ് ചോദ്യം ചെയ്തതിനു പിന്നാലെ പോലീസിനും ഭർതൃവീട്ടുകാർക്കും അയൽവീട്ടുകാർക്കുമെതിരെ മൊബൈൽ ഫോണിൽ വീഡിയോ ചിത്രീകരിച്ച് യുവതി ജീവനൊടുക്കിയ സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം K. ബൈജുനാഥ് കേസെടുത്ത് അന്വേഷണത്തിന് ഉത്തരവിട്ടു. വാർത്തയ്ക്ക് ആധാരമായ വിഷയത്തിൽ കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി അന്വേഷണം നടത്തി ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടു. മാർച്ചിൽ കാസർഗോഡ് നടക്കുന്ന സിറ്റിംഗിൽ കേസ് പരിഗണിക്കും. ആലമ്പാടി നാൽക്കടുക്കയിൽ നബീസത്ത് ജസീലയാണ് ജീവനൊടുക്കിയത്. ഈ മാസം 15-ന് വിഷം കഴിച്ച ജസീല ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. ഭർത്താവിന്റെ ബോവിക്കാനം പൗവലിലെ വീടിന് സമീപത്തു നിന്നും 9.5 പവൻ സ്വർണം കാണാതെ പോയ സംഭവത്തിലാണ് ജസീലയെ പോലീസ് ചോദ്യം ചെയ്തത്. അയൽവാസിയും ജസീലയുടെ ഭർതൃവീട്ടുകാരും ജസീലയുടെ വീട്ടിലെത്തി പ്രശ്നമുണ്ടാക്കിയതിന് പിന്നാലെയാണ് വിഷം കഴിച്ചത്. താൻ മാനസിക സംഘർഷം അനുഭവിക്കുകയാണെന്നും മോഷ്ടിച്ചിട്ടില്ലെന്നും ചൂണ്ടിക്കാട്ടി ജസീല വീഡിയോ ചിത്രീകരിച്ച് ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും അയച്ചുകൊടുത്തിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നീലേശ്വരം നഗരസഭയുടെ ഔദ്യോഗിക വൃക്ഷം ഇനി മുരിങ്ങ. ബജറ്റ് അവതരണത്തിനിടയിലാണ് പ്രഖ്യാപനം. ഹരിത സമൃദ്ധിയുടെയും ജനങ്ങളുടെ ആരോഗ്യ സുരക്ഷയും മുൻനിർത്തിയാണ് നടപടി. മുരിങ്ങയെ നീലേശ്വരം നഗരസഭയുടെ ഔദ്യോഗിക വൃക്ഷമായി പ്രഖ്യാപിക്കുമെന്ന് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ PM സന്ധ്യ പറഞ്ഞു. ബജറ്റ് അവതരണത്തിനിടയിലാണ് വൈസ് പ്രസിഡന്റിന്റെ ഈ പ്രഖ്യാപനം. നീലേശ്വരത്തിന്റെ ഹരിത സമൃദ്ധിയും ജനങ്ങളുടെ ആരോഗ്യ സുരക്ഷയും മുൻനിർത്തിയാണിത്. ഇതിന്റെ ഭാഗമായി ഓരോ വീട്ടിലും 3 മുരിങ്ങ തൈകൾ വീതം വെച്ചുപിടിപ്പിക്കുന്ന മുറ്റത്ത് 3 മുരിങ്ങ എന്ന പദ്ധതിക്ക് തുടക്കം കുറിക്കും. കേവലം കൃഷി എന്നതിലുപരി പിലിക്കോട് പടന്നക്കാട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ വിദഗ്ധരുടെ സഹകരണത്തോടെ മുരിങ്ങയെ അടിസ്ഥാനമാക്കിയുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് പ്രാദേശിക വിപണി മുതൽ ആഗോള വിപണി വരെ എത്തിക്കുന്ന ഒരു സമഗ്ര ചെറുകിട വ്യവസായ ശൃംഖലയാണ് നഗരസഭ ലക്ഷ്യമിടുന്നതെന്ന് വൈസ് ചെയർപേഴ്സൺ പറഞ്ഞു. മുരിങ്ങയുടെ ഔഷധ ഗുണവും സാധ്യതയും പ്രയോജനപ്പെടുത്തി നീലേശ്വരത്തെ ഒരു മുരിങ്ങ ഹബായി മാറ്റാൻ ബജറ്റിൽ 5 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. അധികമാരും ശ്രദ്ധിക്കപ്പെടാത്ത മുരിങ്ങയെ നഗരസഭയുടെ വൃക്ഷമായി പ്രഖ്യാപിച്ചുകൊണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കാനും സാധാരണക്കാർക്ക് വരുമാനം ഉണ്ടാക്കാനുമുള്ള നൂതന പ്രഖ്യാപനത്തെ ഭരണപ്രതിപക്ഷങ്ങൾ ഒരുപോലെ സ്വാഗതം ചെയ്തു. ന്യൂസ് ബ്യൂറോ, നീലേശ്വരം. കശുവണ്ടി വിളവെടുപ്പ് കാലമായിട്ടും തറവില നിശ്ചയിക്കാത്ത സർക്കാർ നടപടിയിൽ കർഷകർ ആശങ്കയിൽ. വിപണിയിൽ റോസ്റ്റ് അണ്ടിപ്പരിപ്പിന് 100 ഗ്രാമിന് 170 രൂപ വരെ ഈടാക്കുമ്പോൾ കശുവണ്ടി കർഷകന് കിലോവിന് പരമാവധി ലഭിക്കുന്നത് 150 രൂപ മാത്രം. കശുവണ്ടി സീസൺ ആരംഭിച്ചിട്ടും തറവിലയിൽ തീരുമാനമില്ലാത്തതിനാൽ സംസ്ഥാനത്തെ ആയിരക്കണക്കിന് കശുവണ്ടി കർഷകർ നിരാശയിലാണ്. ഏതാനും മൊത്തക്കച്ചവടക്കാരാണ് നിലവിൽ കശുവണ്ടി വിപണി നിയന്ത്രിക്കുന്നത്. സർക്കാർ ഇടപെടൽ ഇല്ലാത്തതിനാൽ സീസൺ ആരംഭത്തിൽ തന്നെ മോഹവില ഇടിയുന്നത് കർഷകരെ ഏറെ ആശങ്കയിലാഴ്ത്തുന്നു. നിലവിൽ 150 മുതൽ 120 രൂപ വരെയാണ് കിലോവിന് ലഭിക്കുന്നത്. പരിപ്പിന്റെ വില അടിസ്ഥാനമാക്കി കശുവണ്ടിയുടെ തറവില നിശ്ചയിക്കണമെന്ന ആവശ്യം കർഷകർ ഉന്നയിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. 250 രൂപയെങ്കിലും തറവിലയായി നിശ്ചയിക്കണമെന്ന് കർഷക കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെടുന്നു.
ഈ കാര്യം പലതവണ സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അവഗണിക്കുകയാണ്. കശുവണ്ടിയുടെ വിളവെടുപ്പിന്റെ സമയമാണിപ്പോൾ. കശുവണ്ടിക്ക് ഇതുവരെയും ഗവൺമെന്റ് തടവല നിശ്ചയിച്ചിട്ടില്ല. കശുവണ്ടിക്ക് 250 രൂപ കുറഞ്ഞ തടവല നിശ്ചയിച്ചുകൊണ്ട് സഹകരണ സംഘങ്ങളിൽ കൂടെ ഗവൺമെന്റ് സംഭരിക്കണം എന്ന് നിരവധി തവണ നിവേദനങ്ങളിൽ കൂടെ കർഷക കോൺഗ്രസ് ആവശ്യപ്പെടുകയുണ്ടായി. അത് ഇതുവരെയും ഗവൺമെന്റ് കേട്ടതായി പോലും ഭവിച്ചിട്ടില്ല. കാരണം ഈ സമയത്ത് കശുവണ്ടിക്ക് ന്യായമായൊരു വില കിട്ടിയില്ലെങ്കിൽ കൃഷിക്കാരന് ഈ കൃഷി ആദായകരമല്ല. കാരണം കാലാവസ്ഥയുടെ പ്രതികൂല സാഹചര്യം കൊണ്ട് കശുവണ്ടിയുടെ ഉൽപാദനം 50% കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കൂലിച്ചെലവും ഭീമമായി വർദ്ധിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും കൃഷിക്കാരന് പിടിച്ചു നിൽക്കണമെങ്കിൽ 250 രൂപയിലധികം തടവല നിശ്ചയിച്ചുകൊണ്ട് ഗവൺമെന്റ് സംഭരിക്കണം. ഇല്ല എങ്കിൽ കശുവണ്ടി കർഷകര് കടുത്ത പ്രതിസന്ധിയിലേക്ക് പോകും. അപ്പോൾ ഈ കാര്യത്തിൽ ഗവൺമെന്റിന്റെ അടിയന്തര ഇടപെടൽ വേണം. കർഷകരെ സഹായിക്കണം. കശുമാവ് കൃഷി നാട്ടിൽ നിലനിന്ന് പോകണം. അതിനുള്ള എല്ലാവിധ കാര്യങ്ങളും ഗവൺമെന്റ് ചെയ്യണം. തടവില 250 രൂപയിൽ കുറയാതെ നിശ്ചയിച്ചുകൊണ്ട് വിപണിയിൽ ഇടപെടൽ നടത്തി സഹകരണ സംഘങ്ങളിൽ കൂടെ കശുവണ്ടി സംഭരണം ഗവൺമെന്റ് ആരംഭിക്കണമെന്നാണ് കർഷക കോൺഗ്രസിന് ആവശ്യപ്പെടാറ്. വിപണിയിൽ റോസ്റ്റഡ് മസാല അണ്ടിപ്പരിപ്പുകൾക്ക് 100 ഗ്രാമിന് മാത്രം 155 മുതൽ 170 രൂപ വരെ വില ഈടാക്കുമ്പോൾ കശുവണ്ടി കർഷകന് കിലോവിന് ലഭിക്കുന്നത് കേവലം 150 രൂപ എന്നത് വലിയ പ്രതിഷേധമുയർത്തുന്നു. 2 തവണ വേനൽ മഴ പെയ്താൽ കശുവണ്ടിക്ക് കറുപ്പടിച്ചെന്ന പേരിൽ വില കുത്തനെ കുറയ്ക്കുന്ന രീതികളും തറവില ഇല്ലാത്തതിനാൽ കശുവണ്ടി മേഖലയ്ക്ക് കടുത്ത വെല്ലുവിളിയാകുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിനെ സർക്കാർ സംരക്ഷിച്ച് നിലനിർത്തണമെന്ന് കാസർഗോഡ് ജില്ലാ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ AITUC ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. സമ്മേളനം AICBCW ജനറൽ സെക്രട്ടറി വിജയൻ കുരിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളികളുടെയും കൃഷിക്കാരുടെയും അസംഘടിത തൊഴിലാളികളുടെയും ക്ഷേമനിധി തകർക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്ന നീക്കത്തിലൂടെ കേന്ദ്രം ശ്രമിക്കുന്നതെന്ന് വിജയൻ കുനിശ്ശേരി പറഞ്ഞു. തൊഴിലാളികൾ ദീർഘകാലത്തെ പോരാട്ടത്തിലൂടെ നേടിയെടുത്ത നിയമങ്ങളെല്ലാം ഇല്ലാതാക്കി കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ലേബർ കോഡ് നടപ്പിലാക്കുകയാണ്. ഈ നിയമത്തിനെതിരെ സമരം ശക്തമാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ രാജ്യത്തെ 15 കോടിയോളം ഗ്രാമീണ തൊഴിലാളികൾ പണിയെടുക്കുന്ന ഒരു തൊഴിൽ മേഖലയാണ് ഈ തൊഴിലുറപ്പ് പദ്ധതി. അതിൽ ഏറ്റവും കൂടുതൽ മാതൃകാപരമായി നടപ്പിലാക്കിയ ഒരു സംസ്ഥാനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന ഈ കേരള സംസ്ഥാനത്ത്. ഏകദേശം 25 ലക്ഷത്തോളം വരുന്ന തൊഴിലാളികൾ പണിയെടുക്കും. സ്ത്രീകൾ, പുരുഷന്മാരും. കിണറുകൾ, കുളങ്ങൾ നന്നാക്കൽ, ചെറിയ റോഡുകൾ നന്നാക്കൽ ഉൾപ്പെടെ വികസനോന്മുഖമായ പദ്ധതികൾ ഗ്രാമപഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളിലും നേതൃത്വം കൊടുത്തുകൊണ്ട് അവർക്ക് കൂടുതൽ തൊഴിൽ ദിനങ്ങൾ നൽകി തൊഴിൽദാതാക്കളായി ഈ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരും ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളും ഒക്കെ തന്നെ സഹായിച്ചുകൊണ്ട് ഈ പദ്ധതി നല്ല രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ആ പദ്ധതിയെ അട്ടിമറിച്ചുകൊണ്ട് അതിന്റെ ഫണ്ട് വിഹിതം വെട്ടിക്കുറച്ചുകൊണ്ട് നേരത്തെ ഉണ്ടായിരുന്ന പല ഘടകങ്ങളെയും മാറ്റം വരുത്തിക്കൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് നൽകേണ്ട വിഹിതം 60% എന്നുള്ളത് 40% കേന്ദ്ര സർക്കാരും 60% ഭൂരിഭാഗവും സംസ്ഥാന സർക്കാരും വകയിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ തൊഴിലുറപ്പ് പദ്ധതിയെ പ്രാവർത്തികമായി
നടപ്പിലാക്കുന്നതിന് തടസ്സം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് കെ വി കൃഷ്ണൻ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത്. കെ വി കൃഷ്ണൻ, കെ രാമദാസ്, പി പി ചാക്കോ, ടി ഡി ജോണി, ബി സുകുമാരൻ എന്നിവരടങ്ങിയ പ്രസീഡിയവും ബിജു ഉണ്ണിത്താൻ, രമേശൻ കാര്യങ്കോട്, കെ ശാർങ്ങാധരൻ എന്നിവരടങ്ങിയ സ്റ്റിയറിംഗ് കമ്മിറ്റിയും സമ്മേളന നടപടികൾ നിയന്ത്രിച്ചു. ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി ബിജു ഉണ്ണിത്താൻ പ്രവർത്തന റിപ്പോർട്ടും, രമേശൻ കാര്യങ്കോട് രക്തസാക്ഷി പ്രമേയവും, തുളസീധരൻ ബളാനം അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി പി മുരളി സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. AITUC സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, AITUC ജില്ലാ ജനറൽ സെക്രട്ടറി ടി കൃഷ്ണൻ, CPI ജില്ലാ സെക്രട്ടറി CP ബാബു, ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി വി രാജൻ എന്നിവർ സംസാരിച്ചു. സമ്മേളനം ഫെഡറേഷന്റെ തുടക്കകാലത്തെ നേതാക്കളായ PNR അമ്മണ്ണായ, M സഞ്ജീവ ഷെട്ടി എന്നിവരെ AICBCW ജനറൽ സെക്രട്ടറി വിജയൻ കുനിശ്ശേരി പൊന്നാടയണിയിച്ച് ആദരിച്ചു. കേരളത്തിൽ ആകർഷകരമായതും തൊഴിലാളികളുടെയും കുടുംബത്തിന്റെയും സാമൂഹ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും വേണ്ടി നിലവിൽ വന്ന നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിനെ സർക്കാർ സംരക്ഷിച്ച് നിലനിർത്തണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. താരിഫ് വർധനവിലൂടെയും 10 വർഷത്തിലധികമായി തൊഴിൽ വകുപ്പ് പിരിച്ചെടുക്കേണ്ടുന്ന സെസ് പിരിച്ചെടുക്കുന്നതിന് മുഖ്യ പരിഗണന നൽകുകയും കേന്ദ്ര നിയമപ്രകാരം 2% സെസ് പിരിക്കുന്നതിനും മറ്റും ക്ഷേമ ബോർഡിന് വരേണ്ട തുക സംഭരിച്ചാൽ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയുമെന്ന് സമ്മേളനം അഭിപ്രായപ്പെട്ടു. ഇത്തരത്തിൽ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ഫണ്ട് കണ്ടെത്തി പെൻഷൻ കുടിശ്ശികയും ആനുകൂല്യങ്ങളും വിതരണം ചെയ്യണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. സമ്മേളനം കെ വി കൃഷ്ണനെ ജില്ലാ പ്രസിഡന്റായും ബിജു ഉണ്ണിത്താനെ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു. PP ചാക്കോ, കെ ചന്ദ്രശേഖര ഷെട്ടി, CK ബാബുരാജ്, DD ജോണി എന്നിവരാണ് വൈസ് പ്രസിഡന്റുമാർ. രാംദാസ് കെ ശാർങ്ങാധരൻ, രമേശൻ കാര്യങ്കോട്, M ഗണേശൻ എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും തുളസീധരൻ ബളാനത്തെ ട്രഷററായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ് അവതരണം നടന്നു. വൈസ് പ്രസിഡന്റ് ഗോവിന്ദൻ ബജറ്റ് അവതരണം നടത്തി. നൂതന പദ്ധതികളിലൂടെ ജലസുരക്ഷ, ഭക്ഷ്യധാന്യ സുരക്ഷ, ധാന്യവിളകളുടെ പ്രോത്സാഹനം, ബ്ലോക്കിന്റെ കീഴിലുള്ള പെരിയ CHC സെന്റർ ഡയാലിസിസ് കേന്ദ്രം വിപുലീകരണം, ഓപ്പൺ ജിമ്മുകൾ, സുംബ ഡാൻസ് പരിശീലനം, ഉന്നതിയിലെ കലാകാരന്മാർക്ക് ആധുനിക വാദ്യോപകരണ വിതരണം എന്നിവയ്ക്കെല്ലാം ഊന്നൽ നൽകിക്കൊണ്ട് കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2026-27 വർഷത്തെ ബജറ്റ് അവതരണം നടന്നു. 15,05,74,028 രൂപ വരവും 14,46,5,068 രൂപ ചെലവുമുള്ള ബജറ്റ് അവതരണം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P ഗോവിന്ദനാണ് അവതരിപ്പിച്ചത്. ആ സമയത്ത് എന്റെ അടുത്ത് വന്ന് ബഡ്ജറ്റ് ആൾക്കാരൊക്കെ പറഞ്ഞിരുന്നു. അതൊക്കെ കുറെ കാലം കൂടി തന്നെ ബഡ്ജറ്റ് നേരത്തെ വരും, അതുകൊണ്ട് തന്നെ ഡിപ്പാർട്ട്മെന്റ് എല്ലാവരും ബഡ്ജറ്റ് ശരിയായിട്ട് വെക്കും. അപ്പോൾ കുറച്ചൊരു 10% കൂട്ടി വരും കാലഘട്ടങ്ങളിലെ ബഡ്ജറ്റാണ്. ഇതുപോലെ വികസന പ്രവർത്തനങ്ങളായിട്ട് ബന്ധപ്പെട്ടൊന്നുമില്ലല്ലോ ഡിപ്പാർട്ട്മെന്റ് ആകുമ്പോൾ. അപ്പോൾ അതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ കൃത്യമായി ഭംഗിയായിട്ടും ആ സമയാസമയങ്ങൾ തന്നെ നടപ്പിലാക്കി. അത് ബഡ്ജറ്റ് ഒന്നിലൊരു ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു സംഭവമല്ല ഈ വികസനം. പിന്നെ മറ്റേ തിരഞ്ഞെടുക്കപ്പെട്ട ചെറിയ ജനപ്രതി ആയതിനു ശേഷം അതിന് ബഡ്ജറ്റിൻ്റെ ആ വലിയ ഒരു പ്രോസസ്സ് നമുക്ക് അറിയാം. അത് വ്യത്യസ്തതയുണ്ട്. നമ്മുടെ നാടിൻ്റെ വികസനവും മറ്റേ ഓഫീസിൻ്റെ കാര്യങ്ങളുടെ വികസനമൊക്കെ വ്യത്യസ്തപ്പെട്ടതുകൊണ്ട് തന്നെ പിന്നെ അതിൻ്റെ വ്യത്യസ്തത നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് കാലതാമസം എടുക്കും. ഒരു പുതിയ മേഖലയിൽ വന്നതാണ്. എന്നെക്കാളും എത്രയോ പരിചയവും സമ്പന്നരായുള്ളവരാണ് ഇതിൽ കൂടുതൽ മിക്കവാറും ആളുകൾ ഞാൻ മനസ്സിലാക്കുന്നു. ഇപ്പോൾ നമ്മളെ ബഡ്ജറ്റൊക്കെ അവതരിപ്പിക്കുമ്പോൾ ഇത് AI യുഗമാണ്. ദിവസം ഫാസ്റ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു യുഗമാണുള്ളത്. നമ്മൾ കണക്ക് കൂട്ടിയതൊക്കെ മാറ്റി മറിഞ്ഞു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K സുജാത, വൈസ് പ്രസിഡന്റ് P ഗോവിന്ദൻ നൽകിക്കൊണ്ട് ബജറ്റിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി S ഹരികൃഷ്ണൻ, വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ബ്ലോക്ക് സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ എന്നിവർ സംസാരിച്ചു. പരിപാടിയിൽ വെച്ച് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും വിരമിക്കുന്ന അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ UV ഷാജിക്കുള്ള യാത്രയപ്പ് ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K സുജാത ഉപഹാരം കൈമാറിക്കൊണ്ട് നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്ലാസ്റ്റിക് ശേഖരണത്തിനിടയിൽ തൃക്കരിപ്പൂർ ടൗണിൽ നിന്നും കളഞ്ഞു കിട്ടിയ 2 ലക്ഷത്തിൽ പരം രൂപ വിലയുള്ള വജ്രമാല ഹരിത കർമ്മസേനകൾ ഉടമസ്ഥയെ കണ്ടെത്തി തിരിച്ചേൽപ്പിച്ചു. തങ്ങൾ ചെയ്യുന്നത് വെറുമൊരു തൊഴിൽ മാത്രമല്ല, മറിച്ച് വലിയൊരു സാമൂഹ്യ സേവനമാണെന്ന് ഒരിക്കൽ കൂടി ഗ്രാമപഞ്ചായത്തിലെ ഹരിത കർമ്മസേനകൾ തെളിയിച്ചിരിക്കുന്നു.
എല്ലാ മാസത്തിലും ഒരു ദിവസം തൃക്കരിപ്പൂർ ടൗൺ കേന്ദ്രീകരിച്ച് നടത്തുന്ന പ്ലാസ്റ്റിക് ശേഖരണത്തിന്റെ ഭാഗമായി ബസ് സ്റ്റാൻഡിന്റെ പടിഞ്ഞാറ് ഭാഗത്തെ കാനറ ബാങ്കിനടുത്തുള്ള കെട്ടിടത്തിലെത്തിയപ്പോഴാണ് ഡയമണ്ട് മാല കളഞ്ഞു കിട്ടിയത്. വിവിധ സംഘങ്ങളായി 42 അംഗങ്ങളാണ് ടൗണിലെ വ്യത്യസ്ത കെട്ടിടങ്ങളിൽ കയറിയിറങ്ങി പ്ലാസ്റ്റിക് ശേഖരിച്ചത്. സേനാ അംഗങ്ങളായ പള്ളത്തിലെ എം ഉഷ, തങ്കയത്തെ സി സ്മിത, ഉടുമ്പുന്നലയിലെ എം ഷൈല, മൊട്ടമലിലെ APT ജുവൈരിയ എന്നിവരുൾപ്പെട്ട സംഘത്തിനാണ് ആഭരണം കിട്ടിയത്. പ്ലാസ്റ്റിക് താഴെത്തിയപ്പോൾ ഒരു മാല സ്റ്റെപ്പിൻ്റെ മുകളിൽ കണ്ടു. അതെടുത്ത് കഴിഞ്ഞപ്പോൾ വേറെ ആളോട് ഞാൻ ചോദിക്കുന്നു, ഇത് സ്വർണ്ണമോ എന്ന് ചോദിക്കുന്നു. അന്ന് കുറച്ച് നിൽക്കുമ്പോൾ ഒന്നിച്ചില്ലാളെ കാണിച്ചു കഴിഞ്ഞതിന് ശേഷം അവർ ഒരു മാല കിട്ടിയെന്ന് ചോദിച്ചാൽ എൻ്റെ അടുത്തേക്ക് വന്നു. തറയിൽ കിടക്കുന്ന ആഭരണം ഉഷിയാണ് കണ്ടത്. തുടർന്ന് മറ്റ് അംഗങ്ങളെ വിളിക്കുകയും കയ്യിൽ കിട്ടിയത് വെറുമൊരു ചെയിനല്ല, ഡയമണ്ട് പതിച്ച ഒറിജിനൽ നെക്ലേസ് ആണെന്നും അവർ തിരിച്ചറിയുകയായിരുന്നു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജിദ സഫറുള്ളയെയും വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ റാഷിദിനെയും ഇവർ വിവരമറിയിക്കുകയും ചെയ്തു. തുടർന്ന് ഡയമണ്ട് നെക്ലേസ് പയ്യന്നൂർ സ്വദേശിയും ഉടമയുമായ ഡോക്ടറെ കണ്ടെത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജിദ സഫറുള്ള, സ്ഥിരം സമിതി അധ്യക്ഷൻ TS നജീബ്, പഞ്ചായത്ത് അംഗം ഫായിസ് ബീരിച്ചേരി എന്നിവരുടെ സാന്നിധ്യത്തിൽ മാല കൈമാറുകയായിരുന്നു. കളഞ്ഞു കിട്ടിയ വജ്രമാല ഉടമയെ കണ്ടെത്തി തിരിച്ചു നൽകിയ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ സത്യസന്ധതയെ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജിദ സഫറുള്ള അഭിനന്ദിച്ചു. അഭിമാനം തന്നെയാണ് നമ്മളെ സംബന്ധിച്ച്. കാരണം ഇന്ന് അവർക്ക് ജോലി ചെയ്യുന്നതിനിടെ മാല കിട്ടുകയും അത് അവരുടെ ആ ഗുണഭോക്താവിനെ ഏൽപ്പിക്കുന്നതിന് വേണ്ടി കൃത്യങ്ങൾ കൈമാറുകയും ആ ഗുണഭോക്താവ് ഡോക്ടറാണ്, ആ ഡോക്ടർ ആ കോഡിൽ തന്നെ കൈമാറുകയും ചെയ്യുന്നുണ്ട്. വെറും ഒരു പ്ലാസ്റ്റിക് മാത്രം പഠിക്കുന്നവരല്ല എന്ന് തെളിച്ചുകൊണ്ടാണ് അവർ ഇന്നത്തെ അത്രയും നല്ലൊരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടതും ഇത് കൊടുക്കാൻ സാധിച്ചതും. പഞ്ചായത്ത് അംഗങ്ങളും സഹപ്രവർത്തകരും സേനാംഗങ്ങളായ 4 പേരെയും പ്രശംസിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ലൈഫ് ഭവന പദ്ധതി ആഹ്ലാദത്തിന്റെ നിറവിൽ അജാനൂർ പഞ്ചായത്ത്. MV ജയരാജ് ആഹ്ലാദ നിമിഷത്തിൽ പങ്കുചേരാൻ വാണിയമ്പാറയിൽ എത്തി. സംസ്ഥാനത്ത് ലൈഫ് മിഷനിൽ 5 ലക്ഷം വീടുകൾ പൂർത്തീകരിച്ചതിന്റെ ആഹ്ലാദവേളയിൽ അജാനൂർ പഞ്ചായത്തും പങ്കുചേർന്നു. ലൈഫ് മിഷൻ പദ്ധതിയിൽ കാസർഗോഡ് ജില്ലയിൽ 20,000-ലേറെ വീടുകൾ ഇതുവരെ പൂർത്തീകരിച്ചിട്ടുണ്ട്. അജാനൂർ പഞ്ചായത്തിൽ 269 വീടുകളാണ് പൂർത്തീകരിച്ചു നൽകിയത്. തികച്ചും ആധുനിക സജ്ജീകരണങ്ങളോടെയുള്ള വീടുകളാണ് അജാനൂർ പഞ്ചായത്തിൽ നൽകിയത്. മൊത്തം 6 ലക്ഷം രൂപയിൽ 2 ലക്ഷം രൂപ സ്ഥലം വാങ്ങുവാനും 4 ലക്ഷം രൂപ വീട് നിർമ്മിക്കാനുമാണ് നൽകിയത്. മുൻപുള്ള ലക്ഷം വീട് പദ്ധതികളെ പോലെ വ്യാസയോഗ്യമല്ലാത്ത ഗുണഭോക്താക്കൾ ഉപേക്ഷിച്ചു പോകുന്നവയല്ല ഇപ്പോഴത്തെ വീടുകളിൽ നിന്ന് നമുക്ക് കാണുന്ന മാത്രയിൽ തന്നെ മനസ്സിലാകും. തികച്ചും ആധുനിക സജ്ജീകരണങ്ങളോടെ ഒരു കുടുംബത്തിന് സന്തോഷത്തോടെ കഴിയാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഈ വീടിനുള്ളിൽ ഒരുക്കിയിട്ടുണ്ട്. വീട് ലഭിച്ച കുടുംബങ്ങൾ മധുരപലഹാരങ്ങൾ നൽകിയും കേക്ക് മുറിച്ചും സന്തോഷം പങ്കുവച്ചു. അജാനൂർ പഞ്ചായത്തിലെ വാണിയമ്പാറ അള്ളങ്കോട് ശാന്തിയുടെ ലൈഫ് ഭവന പദ്ധതി പ്രകാരം ലഭിച്ച വീട് സംസ്ഥാന കമ്മിറ്റി അംഗം MV ജയരാജൻ കേക്ക് മുറിച്ച് ചടങ്ങിൽ സംബന്ധിച്ച് ആഹ്ലാദം പങ്കുവച്ചു. LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 5,384,000 വീട് ലൈഫ് മിഷനിലൂടെ നൽകിയതിൻ്റെ പ്രഖ്യാപനമാണ് ഫെബ്രുവരി 24-ാം തീയതിയായി ഇന്ന് തിരുവനന്തപുരത്ത് വെച്ച് മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്നത്. ആ പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായിട്ടാണ് ലൈഫ് മിഷനിലൂടെ വീട് കിട്ടിയ കുടുംബങ്ങളിലെ സന്തോഷത്തിൽ LDFിൻ്റെ പ്രവർത്തകന്മാർ പങ്കെടുത്തുകൊണ്ട് കേക്ക് മുറിക്കുകയും മധുരപലഹാരങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്യുന്നത്. ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്ത് കോൺഗ്രസോ BJPയോ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നും തന്നെ ഇതുപോലെ 5 ലക്ഷത്തിലേറെ ആളുകൾക്ക് ഭവനരഹിതരായ പാവങ്ങൾക്ക് വീട് വെച്ചു കൊടുത്ത ചരിത്രം പറയാനില്ല. ഇവിടെ കേന്ദ്ര ഗവൺമെൻറ് നൽകുന്നത് പോലെയുള്ള നാമമാത്രമായ സഹായമല്ല. കേന്ദ്ര ഗവൺമെൻറ് വീട് നിർമ്മിക്കാനായി നൽകുന്നത് 72,000 രൂപ ഗ്രാമങ്ങളിലും 1.5 ലക്ഷം രൂപ പട്ടണത്തിലുമാണ്. എന്നാൽ ഇവിടെ നാം ഒത്തുകൂടിയിട്ടുള്ള ഈ വീട്ടിൽ നൽകിയിരിക്കുന്നത് 6 ലക്ഷം രൂപയാണ്. സ്ഥലം വാങ്ങാനും വീട് നിർമ്മിക്കാനുമായി നൽകിയത് 6 ലക്ഷം രൂപയാണ്.
അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി തുളസി, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ശോഭ, വാർഡ് മെമ്പർ കെ സുകുമാരൻ, CPIM ചിത്താരി ലോക്കൽ സെക്രട്ടറി P കൃഷ്ണൻ കൊടാട്ട, ലോക്കൽ കമ്മിറ്റി മെമ്പർ A പവിത്രൻ മാസ്റ്റർ, ബ്രാഞ്ച് സെക്രട്ടറി AV പ്രമോദ്, ലൈഫ് ഭവന പദ്ധതി ഗുണഭോക്താവ് ശാന്തയുടെ കുടുംബാംഗങ്ങൾ, നാട്ടുകാർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അച്ചടക്കവും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള നന്മമരങ്ങളായ പുതുതലമുറയെ വാർത്തെടുക്കുന്നതിന് അടിത്തറ പാകുന്ന സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡ് തൃക്കരിപ്പൂർ നടന്നു. തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മിനി സ്റ്റേഡിയത്തിൽ നടന്ന വർണ്ണാഭമായ ചടങ്ങിൽ ചന്ദേര പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള 4 സ്കൂളുകളിൽ നിന്നെത്തിയ 176 സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡ് നടത്തി. കാസർഗോഡ് അഡീഷണൽ പോലീസ് സൂപ്രണ്ടും SPC ജില്ലാ നോഡൽ ഓഫീസറുമായ CM ദേവദാസൻ പാസിംഗ് ഔട്ട് പരേഡിൽ സല്യൂട്ട് സ്വീകരിച്ചു. നിങ്ങൾക്ക് കിട്ടിയ ഈ 2 വർഷത്തെ പരിശീലനം നിങ്ങൾക്ക് പോലീസുമായിട്ട് ഇടപഴകാനും നിയമ സംവിധാനവുമായി കൂടുതൽ പരിചയപ്പെടാനും നിങ്ങളെ ഉത്തരവാദിത്വവും യഥാർത്ഥ പൗരന്റെ ഉത്തരവാദിത്വവും കടമയും ചുമതലകളും എല്ലാം തന്നെ മനസ്സിലാക്കി നല്ല ഒരു അച്ചടക്കപൂർണമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കുന്നതിനുള്ള ഒരു ബേസാണ്, അടിത്തറയാണ് നിങ്ങൾക്ക് ഈ 2 വർഷത്തെ പരിശീലനത്തിലൂടെ കിട്ടിയത്. SPC അഡീഷണൽ ജില്ലാ നോഡൽ ഓഫീസർ T തമ്പാൻ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ HSS, പടന്നക്കടപ്പുറം ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂൾ, കുട്ടമത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ തുടങ്ങി 4 വിദ്യാലയങ്ങളിൽ നിന്നുള്ള കാഡറ്റുകളാണ് 2 വർഷത്തെ കുട്ടി പോലീസ് പരിശീലനം പൂർത്തിയാക്കിയത്. കാഞ്ഞങ്ങാട് DEO R രോഹിൻ രാജ്, തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M രജീഷ് ബാബു, പഞ്ചായത്ത് അംഗം ഫായിസ് ബീരിച്ചേരി, ചന്ദേര പോലീസ് ഇൻസ്പെക്ടർ K പ്രശാന്ത്, കുട്ടമത്ത് സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ രൂപേഷ് മർവിൻ, വിവിധ സ്കൂളുകളുടെ PTA പ്രസിഡന്റുമാരായ UP മുഹമ്മദ് ഷെരീഫ്, NK മുഹമ്മദ് കുഞ്ഞി, P വിനോദ് കുമാർ, പ്രധാനാധ്യാപകരായ EK ബൈജ, K കൃഷ്ണൻ, K സുബൈദ, TP നൌഷാദ് എന്നിവർ സംസാരിച്ചു. ഉർമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കാഞ്ഞങ്ങാട് രാജ് റെസിഡൻസിയിൽ സംഘടിപ്പിച്ച കൗൺസിലർമാർക്കും കുടുംബശ്രീ കൗൺസിലർമാർക്കും 2 ദിവസത്തെ ആർട്ട് ബേസ്ഡ് സൈക്കോ സോഷ്യൽ വർക്ക്ഷോപ്പിന് തുടക്കമായി. ജില്ലാ മജിസ്ട്രേറ്റ് P അഖിൽ വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്തു. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി, യൂണിസെഫ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട് രാജ് റെസിഡൻസിയിൽ സ്കൂൾ കൗൺസിലർമാർക്കും കുടുംബശ്രീ കൗൺസിലർമാർക്കും വേണ്ടി 2 ദിവസത്തെ ആർട്ട് ബേസ്ഡ് സൈക്കോ സോഷ്യൽ വർക്ക്ഷോപ്പ് ആരംഭിച്ചു. ഫെബ്രുവരി 26-ന് വർക്ക്ഷോപ്പ് സമാപിക്കും. ചടങ്ങിൽ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് P അഖിൽ വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്തു. അതോടൊപ്പം 2 ഇൻസിഡന്റ്, ടാങ്കർ ലോറി പറഞ്ഞ 2 ഇൻസിഡന്റ് ഉണ്ടായി. അതുകൂടാതെ മറ്റ് പല രീതിയിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, അതായത് നീലേശ്വരം വെടിക്കെട്ട അപകടം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമായിരിക്കാം. 6 ഇടത്താണ് അന്നുണ്ടായത്. അതിൽ 3 ഇൻക്വസ്റ്റ് നടത്തിയത് ഞാൻ തന്നെയാണ്, അതിന്റെ എൻക്വയറി ഓഫീസർ ഞാൻ തന്നെയായിരുന്നു. അപ്പോൾ എനിക്കത് കൃത്യമായി മനസ്സിലാകും അത് ഏത് രീതിയിലാണ് ആളുകളെ അല്ലെങ്കിൽ കുടുംബങ്ങളെ ഏത് രീതിയിൽ ഓരോ ഡിസാസ്റ്റർ അല്ലെങ്കിൽ ഓരോ ഇൻസിഡന്റ് ഏത് രീതിയിൽ ബാധിക്കും എന്നുള്ളത്. അപ്പോൾ പ്രത്യേകിച്ചും നമ്മൾ നിലവിൽ ഈ ഒരു ദുരന്ത നിവാരണത്തിന്റെ പ്രസക്തി എന്നുള്ളത് കൂടി വരുന്ന ഒരു സമൂഹത്തിലാണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായി ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ അല്ലെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ വിവിധ ഭാഗങ്ങളായിട്ടുള്ള പ്രിപ്പയർനെസ്, റെസ്പോൺസ്, അത്തരം കാര്യങ്ങൾ അതിന്റെ ഭാഗമായി തന്നെ ഇത് ഉണ്ടാക്കുന്ന ഇമ്പാക്ട് കുറയ്ക്കുന്നതും വളരെ നിലവിൽ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ പല രീതിയിലായിരിക്കും പല ആളുകളിലും ഇതിന്റെ ഇമ്പാക്ട് ഉണ്ടാവുക. നമുക്കെല്ലാവർക്കും അറിയാം, PTSD കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പല രീതിയിലാവും ആളുകൾ അത് എക്സ്പ്രസ് ചെയ്യുക. ദുരന്ത നിവാരണ സെക്ഷൻ ജൂനിയർ സൂപ്രണ്ട് സൈമ NS അധ്യക്ഷത വഹിച്ചു. ഹസാഡ് അനലിസ്റ്റ് ശില്പ സ്വാഗതം പറഞ്ഞു. റിസോഴ്സ് പേഴ്സൺ സുഹൈൽ ബാബു പരിപാടിയുടെ ലക്ഷ്യവും പ്രവർത്തന രീതിയും വിശദീകരിച്ചു. LSGDM പ്ലാൻ കോർഡിനേറ്റർ അഹമ്മദ് ഷഫീഖ് നന്ദി അർപ്പിച്ച് സംസാരിച്ചു. സെക്ഷൻ ക്ലർക്ക് ഉദയപ്രകാശ് സംസാരിച്ചു. ഫെബ്രുവരി 26-ന് നടക്കുന്ന സമാപന പരിപാടിയിൽ എൻഡോസൾഫാൻ ഡെപ്യൂട്ടി കളക്ടർ ലിബു S ലോറൻസ് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കരുത്തിന്റെ പാഠങ്ങളുമായി കുടുംബശ്രീ ബഡ്സ് സ്കൂൾ ജീവനക്കാർക്ക് പരിശീലനം നൽകി.
പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ ലോകം പലപ്പോഴും അവരുടെ വിദ്യാലയങ്ങളിലെ ആയമാരുടെയും പാചകക്കാരുടെയും കൈകളിൽ സുരക്ഷിതമാണ്. അവർക്ക് കൂടുതൽ കരുത്തു പകരാനും കുട്ടികളുടെ മനസ്സറിഞ്ഞു പെരുമാറാനുമുള്ള പുതിയ അറിവുകളുമായി കുടുംബശ്രീ ജില്ലാ മിഷൻ സംഘടിപ്പിച്ച പരിശീലന പരിപാടി ശ്രദ്ധേയമായി. ആയിറ്റിക്കടവ് റിസോർട്ടിൽ നടന്ന സംഗമം 100ഓളം വരുന്ന ജീവനക്കാർക്ക് അറിവിന്റെയും ആശ്വാസത്തിന്റെയും പുത്തൻ അനുഭവമായി. പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം കുടുംബശ്രീ അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ കിഷോർ കുമാർ നിർവഹിച്ചു. പഞ്ചായത്തിന്റെ സഹകരണമാണ് കുറെ ഒരു നൂലമാലകളുണ്ട്. ഓക്കെ, എല്ലാവരും പങ്കെടുത്ത് ചെയ്യുന്ന കാര്യങ്ങളിലാണ്. അപ്പോൾ പ്രാക്ടിക്കലി ആകുമ്പോൾ മെല്ലെ 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 വരും. ഇതൊക്കെ നടപ്പിലാക്കിക്കൊണ്ട് ഇവർക്ക് ബഡ്സ് സ്കൂൾ കാസർഗോഡ് ജില്ലയിൽ 20 ബഡ്സ് സ്കൂളായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് മതി 41ലേക്ക് എത്തിക്കണം. സ്കൂളുകളിൽ കുട്ടികൾക്കായി അർപ്പണബോധത്തോടെ പ്രവർത്തിക്കുന്ന ജീവനക്കാരുടെ മാനസിക ഉല്ലാസവും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കുക എന്നതാണ് ഇത്തരം കൂട്ടായ്മകളുടെ ലക്ഷ്യമെന്ന് കിഷോർ കുമാർ പറഞ്ഞു. ജില്ലാ പ്രോഗ്രാം മാനേജർ എസ് മനു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പരിശീലകൻ ആനന്ദ് പേക്കടം ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. കുട്ടികളുടെ മാനസിക സമ്മർദ്ദം എങ്ങനെയൊക്കെ ലഘൂകരിക്കാം എന്നതായിരുന്നു പരിശീലനത്തിന്റെ പ്രധാന പ്രമേയം. ആനന്ദ് പേക്കടം നയിച്ച ക്ലാസുകൾ വിരസമായ പ്രഭാഷണങ്ങൾക്ക് പകരം രസകരമായ അനുഭവമാക്കി മാറ്റി. ഓരോ കുട്ടിയുടെയും പ്രത്യേകതകൾ തിരിച്ചറിഞ്ഞ് അവരോട് എങ്ങനെ സംവദിക്കണം, പ്രതിസന്ധി ഘട്ടങ്ങളിൽ എങ്ങനെ പതറാതെ നിലകൊള്ളണം തുടങ്ങിയ കാര്യങ്ങൾ ജീവനക്കാർക്ക് അദ്ദേഹം വിശദീകരിച്ചു കൊടുത്തു. പരിശീലനത്തിനപ്പുറം ജീവനക്കാരുടെ തൊഴിൽഭാരം കുറയ്ക്കാൻ കലാപരിപാടികളും ചടങ്ങിന് മാറ്റുകൂട്ടി. സോഷ്യൽ മീഡിയയിൽ തരംഗമായ പാട്ടുവീട്ടിലെ രവീന്ദ്രനും മകൾ വൈകിയും ചേർന്ന് പാടിയ പാട്ടുകൾ സദസ്സിനെ ആവേശത്തിലാഴ്ത്തി. ജോലി തിരക്കുകൾക്കിടയിൽ മനസ്സിന് കുളിർമയേകുന്ന ഒന്നായി സംഗീത വിരുന്നു മാറി. KR കാവ്യ സ്വാഗതവും K സോയ നന്ദിയും പറഞ്ഞു. M റനീഷ, P ഗീതു എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ബഡ് സ്കൂൾ ജീവനക്കാർ പരിപാടിയിൽ പങ്കെടുത്തു. കേവലം ഒരു പരിശീലനം എന്നതിലുപരി ഭിന്നശേഷിക്കാരായ കുട്ടികളെ ചേർത്തു പിടിക്കുന്ന ഒരു വലിയ സമൂഹത്തിന്റെ ഒത്തുചേരലായി പരിപാടി മാറി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. മാക്കി വടക്കേക്കര തറവാട് പ്രതിഷ്ഠാ ദിനവും നവീകരണ ഫണ്ട് ശേഖരണവും തുടങ്ങി. തറവാട് കാർന്നവർ കുഞ്ഞിക്കണ്ണൻ ചുള്ളിക്കര ആദ്യ ഫണ്ട് ഏറ്റുവാങ്ങി. രാവണേശ്വരം മാക്കി വടക്കേക്കര തറവാട് നവീകരണ പ്രവർത്തനത്തിനുള്ള ഫണ്ട് സ്വീകരണം പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് തറവാട് കാരണവർ കുഞ്ഞിക്കണ്ണൻ ചുള്ളിക്കര ആദ്യ ഫണ്ട് കുടുംബാംഗങ്ങളിൽ നിന്നും ഏറ്റുവാങ്ങി. 52 വർഷക്കാലം അന്ന് കാരണവന്മാര് നിർമ്മിച്ച ആ ക്ഷേത്രം പരിപാലിക്കുകയും അവിടെയുള്ള ദൈവങ്ങളെ ആരാധിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ ഭാവി തലമുറയ്ക്ക് നമ്മൾ നിർമ്മിച്ച് ആരാധനക്കുള്ള സൗകര്യങ്ങൾ കൊടുക്കും. എല്ലാവർക്കും തരാനുള്ള മനസ്സും അതോടൊപ്പം തന്നെ കഴിവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കും. തറവാട് കമ്മിറ്റി അംഗങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും സാന്നിധ്യത്തിലാണ് ഫണ്ട് ഏറ്റുവാങ്ങിയത്. മാർച്ച് 1 ഞായറാഴ്ച ബാലാലയ പ്രതിഷ്ഠ നടക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മോഷണക്കുറ്റം ആരോപിച്ചതിൽ മനം നൊന്ത് നാൽക്കത്തടുക്ക സ്വദേശിനി ജസീല ജീവനൊടുക്കിയ സംഭവത്തിൽ കേസെടുത്ത് മനുഷ്യാവകാശ കമ്മീഷൻ. നീലേശ്വരം നഗരസഭയുടെ ഔദ്യോഗിക വൃക്ഷം ഇനി മുരിങ്ങ. ബഡ്ജറ്റ് അവതരണത്തിനിടയിലാണ് പ്രഖ്യാപനം. കശുവണ്ടി വിളവെടുപ്പ് കാലമായിട്ടും തറവില നിശ്ചയിക്കാത്ത സർക്കാർ നടപടിയിൽ കർഷകർ ആശങ്കയിൽ. നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിനെ സർക്കാർ സംരക്ഷിച്ച് നിലനിർത്തണമെന്ന് കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ AITUC കാസർഗോഡ് ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ബഡ്ജറ്റ് അവതരണം നടന്നു. വൈസ് പ്രസിഡന്റ് ഗോവിന്ദൻ ബഡ്ജറ്റ് അവതരണം നടത്തി. പ്ലാസ്റ്റിക് ശേഖരണത്തിനിടയിൽ തൃക്കരിപ്പൂർ ടൗണിൽ നിന്നും കളഞ്ഞു കിട്ടിയ 2 ലക്ഷത്തിൽ പരം വിലയുള്ള വജ്രമാല ഹരിതകർമ്മ സേനകൾ ഉടമസ്ഥയ്ക്ക് കൈമാറി. ലൈഫ് ഭവന പദ്ധതി ആഹ്ലാദത്തിന്റെ നിറവിൽ അജാനൂർ പഞ്ചായത്ത്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.